മറാത്ത സംവരണ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിഷേധം. മഹാരാഷ്ട്ര ബജറ്റ് സമ്മേളനത്തിനിടെ നിയമസഭയ്ക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. സംവരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാർ അംബാദിൽ ബസ് കത്തിച്ചു. അംബാദിൽ കർഫ്യൂ ഏർപ്പെടുത്തി. ആർ അച്യുതൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഈ മറാത്ത പ്രക്ഷോഭം നിലവിട്ട് വീണ്ടും കടുക്കുകയാണോ? എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം? വേണു, തീർച്ചയായിട്ടും മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം, അത് അംബാദിലുണ്ടായിരുന്ന പ്രതിഷേധം ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് കൂടി പ്രതിഷേധം നടത്തുന്നത്. ഇതേ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം നിയമസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധിക്കുന്നത്. സർക്കാരിനെതിരായ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളികളുമായാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഒപ്പം തന്നെ അംബാദിൽ ഇന്ന് പ്രതിഷേധക്കാർ ട്രാൻസ്പോർട്ട് പൊതുഗതാഗത വാഹനം ബസ് കത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനായി നിലവിൽ ഇപ്പോൾ കർഫ്യൂ അംബാദിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ക്രമസമാധാന നില അത് പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. കൂടുതൽ സേനകളടക്കം ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വീണ്ടും ശക്തമാകുകയാണ്. നേരത്തെ മറാത്ത സംവരണ ബിൽ സർക്കാർ കൊണ്ടുവന്നെങ്കിലും അതിൽ ഈ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും 10% സംവരണം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ പൊതുവെ ഈ മറാത്ത സമുദായം ആവശ്യപ്പെടുന്നത് OBC വിഭാഗത്തിൽ ഇവരെ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ്. ഇതിൽ ചർച്ചകളും അതുപോലെ തന്നെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് മറാത്ത സമുദായം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാവുകയാണ്. വേണു, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.